ഔസേപ്പിതാവിൽ ക്രിസ്തുവിന്റെ മുഖം ഈശോ ജനിക്കുന്നതിന് മുൻപേ, ശ്രദ്ധിക്കണേ, ഈശോ ജനിക്കുന്നതിന് മുൻപേ യൗസേപ്പിതാവിൽ ക്രിസ്തുവിന്റെ മുഖം നമ്മൾ കാണുകയാണ്. എന്താണ് ക്രിസ്തുവിന്റെ മുഖം? ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം, അന്യായമായി കുറ്റവിചാരണ ചെയ്യപ്പെടുന്ന ക്രിസ്തുവിന്റെ മുഖം, കുരിശ് വഹിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശ് വഹിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നഗ്നനാക്കപ്പെട്ട ക്രിസ്തുവിന്റെ മുഖം എവിടെ കാണുന്നു? യൗസേപ്പിതാവിൽ കാണുന്നു. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചതുപോലെയാണ് പ്രിയപ്പെട്ടവരെ ആ രാത്രിയിൽ യൗസേപ്പിതാവ് പ്രാർത്ഥിക്കുന്നത്. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. യൗസേപ്പിതാവ് സ്വപ്നത്തിൽ മാലാഖയെ കണ്ടു എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല. ഒരാള് ഉറക്കം കിട്ടാതെ കിടക്കുമ്പോ ചില സ്വപ്നങ്ങൾ കാണും, അല്ലേ? മറിഞ്ഞും തിരിഞ്ഞും ഉറക്കം, ഒരുപോലെ കണ്ണടക്കാൻ പറ്റാതെ ചങ്കു പൊള്ളി മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു, കിടക്കുന്നു, ഇരിക്കുമ്പോ പൊള്ളുന്നു, കിടക്കുമ്പോ പൊള്ളുന്നു. അപ്പോ ചില സ്വപ്നങ്ങൾ, ചില ദർശനങ്ങൾ കാണും. അതാണ് യൗസേപ്പിതാവ് കണ്ട ദർശനം എന്ന് പറയുന്നത്. അത് ഗെത്സമൻ തോട്ടത്തിലെ ഈശോയുടെ പ്രാർത്ഥന പോലെ രക്തം വിയർത്തുള്ള ചില തീരുമാനങ്ങളുടെ പ്രാർത്ഥനകളാണ്. രഹസ്യത്തിൽ ഉപേക്ഷിക്കാനുള്ള ആലോചന. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, എത്ര മനോഹരമായൊരു തീരുമാനമാണ്. അതിനടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. അപ്പോൾ യൗസേപ്പിതാവ് ഒന്നാമത്തെ തലത്തില് ഈശോയെ പോലെ ആയിത്തീരുകയാണ്. എങ്ങനെ? അപരന്റെ കുറ്റം മുഴുവനും എന്റെ കുറ്റമായി ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന യൗസേപ്പിതാവ് ഈശോയെ പോലെയായി.